Hello, welcome back to my channel and I'm your Nimsha Davies. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് എനിക്ക് ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്യേണ്ടി വന്നു. പോസ് ചെയ്തിട്ട് റെസ്യൂം ചെയ്യാൻ നോക്കിയപ്പോൾ അത് സ്റ്റോപ്പ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത്ര നേരം പിടിച്ചിട്ടും ഡൗൺലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് എത്രയും GB ഡാറ്റ വരുന്നുണ്ടല്ലോ. അതേപോലെ ബ്രൗസർ നല്ലോണം ഹാങ് ആയിപ്പോയി. അപ്പോൾ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനേക്കാളും ചെറിയൊരു ഡാറ്റ ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് റൺ ചെയ്യട്ടെ. ഓക്കെ, ഈ ഒരു ഡാറ്റ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വരുന്നത് ഗൂഗിളുടെ ആണ് വരുന്നുണ്ടായിരിക്കുക. ഒരു 300 ഡയമെൻഷൻ വെക്ടർ അല്ലെങ്കിൽ 3 ബില്യൺ ഓഫ് ഡാറ്റാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അത് വേണമെങ്കിൽ ഞാൻ ഈ ഒരു ഗൂഗിൾ കൊളാബിൽ ഇട്ട് നോക്കാം. അത് ലോഡ് ആവാണ്. കണ്ടോ, ഇതിൽ കണ്ടോ ഇത്ര MB ഡാറ്റയുണ്ട്. ഇതിലാകെ 66 MB ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറേ ടൈം എടുക്കും നിങ്ങൾക്ക് ലോഡായിട്ട് വരാനായിട്ട്. അപ്പോൾ അത് പറ്റില്ലെങ്കിൽ അടുത്ത് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ അതിനേക്കാളും ചെറിയൊരു MB ഉള്ളത് ലോഡ് ചെയ്തിട്ടുണ്ട്. ലോഡ് ആവുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ റൺ ഓൾസറിൽ കൊടുത്തത് അല്ലേ. ഇതൊന്ന് ലോഡ് ആവട്ടെ കേട്ടോ. ഇതിൽ ഓൾറെഡി ലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ കൊളാബിലും കൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇത് സെയിം തന്നെ. ഗൂഗിൾ കൊളാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ജെൻസിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഗൂഗിൾ കൊളാബ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ റൺ ടൈമിൽ റീസ്റ്റാർട്ട് സെഷൻ ആൻഡ് റൺ ഓൾ കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതിലാകുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പെക്കിന് ഇഷ്യൂ വരത്തില്ല. ഓക്കെ, ഞാൻ പോസ് ചെയ്യുന്നില്ല, ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതിലൊരു 66 MB മാത്രമേ ഉള്ളൂ. അപ്പോൾ വേർഡ്സ് അതിനനുസരിച്ചിട്ട് കുറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. കണ്ടോ, ഇത്ര പെട്ടെന്ന് ഇപ്പം തന്നെ. എൻ്റെ നെറ്റും സ്ലോ ആണ്, അപ്പോൾ അതാണ് ഇത്ര സ്ലോ വരുന്നത്. നിങ്ങളിൽ നെറ്റ് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ നല്ലതിൽ പെട്ടെന്ന് തന്നെ ലോഡായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ അത് ലോഡാവുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഡുകളൊന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ വെക്റ്റർ ഫോമാറ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വേണ്ടത് വെക്റ്റർ ഓഫ് മാൻ എന്നുള്ള ഒരു വേർഡിൻ്റെ വെക്റ്റർ ഫോമാറ്റ് ആണ് എനിക്ക് വേണ്ടതെന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, WV ഓഫ് മാൻ എന്ന് കൊടുക്കുക. ഓക്കെ, വെക്ട് മാൻ റൺ ചെയ്യുക, വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സിസ്റ്റം സ്പെക് ആൻഡ് യുവർ ഇൻ്റർനെറ്റ് സ്പീഡ്. ഓക്കെ, ഇതിൽ ലോഡായോ? കണ്ടോ, ഇതിലിപ്പോഴും എത്രയായിട്ടുള്ളൂ. എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് വരുന്നത്. ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഷേപ്പൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെന്തായി, ആ ഒരു മാൻ എന്ന് പറഞ്ഞ വേർഡിനെയാണ് ഇതിൽ വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും വന്ന് നോക്കുന്നത്. ബാക്കിയുള്ള മറ്റേ ഗൂഗിളിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി വെക്ടേഴ്സ് വരുന്നുണ്ടായിരിക്കും. 50 ആണ് വന്ന് നോക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്ത് നോക്കുമ്പോൾ 50 അല്ലേ, അതെ, ഗിഗാബൈറ്റ്സ് 50 ആണ്, അല്ലെങ്കിൽ 300 ആയിരിക്കും അതിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി എനിക്കിപ്പോൾ വേണ്ടത് കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള വേർഡ്. മാൻ എന്ന് പറഞ്ഞ വേർഡിന് കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള വേർഡാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മാനിന് സിമിലർ ആയിട്ട് വുമൺ വന്നിട്ടുണ്ട്. അതിൻ്റെ സിമിലാരിറ്റി 0.88 ആണ് വന്ന് നോക്കുന്നത്. പിന്നെ ബോയ് ഉണ്ട്, അനദർ, ഓൾഡ്, വൺ, ഹൂ, ഹിം, ടേൺ, ഹൂസ്, ഹിംസൺ. ഇതൊക്കെ ഇതിന് സിമിലർ ആയിട്ട് കാണിക്കുന്നുണ്ട് മാൻ എന്ന് പറഞ്ഞ വേർഡിന്. ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ മാൻ അല്ല, എനിക്കിപ്പോൾ വേണ്ടത് കിങ് ആണ്. അപ്പോൾ എന്ത് വരും, കണ്ടോ, പ്രിൻസ്, ക്വീൻ, എംപറർ, സൺ, അങ്കിൾ, ഇതൊക്കെ അതിന് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക. നിങ്ങൾക്ക് സ്പെക്ക് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഇത് ഗൂഗിളിൻ്റെ വേർഡ് വെക്ക്. ഇനി എനിക്കിപ്പോൾ വേണ്ടത് WV ഡോട്ട്, രണ്ട് വേർഡ് തമ്മിൽ അതിൻ്റെ സിമിലാരിറ്റി ആണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, സിമിലാരിറ്റി ഓഫ്, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ആപ്പിൾ, ഫ്രൂട്ട്, ഇത്ര പെർസെൻറ്റ് 0.59 സിമിലാരിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ 2 ആപ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടാവും 1.0. കണ്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. ഇനി ആപ്പിൾ ഞാൻ
ബോൾ കണ്ടോ 20 ആണ് പോയിന്റ്, അപ്പോൾ ഒന്ന് കുറഞ്ഞു, ഒന്നുകൂടെ കുറഞ്ഞു. ഇനി ഞാൻ ഗേൾ കൊടുത്താലോ 0.30, അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ടു വെക്ക് ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മാറുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി എനിക്കിപ്പോൾ വേണ്ടത് നമ്മൾ ഒരു ഗൂഗിളിൻ്റെ തന്നെ ഒരു എന്താ പറയാ ഒരു ഫോർമുല ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? WV ഓഫ് കിങ് മൈനസ് WV ഓഫ് മാൻ പ്ലസ് WV ഓഫ് വുമൺ. ഓക്കെ, ഇനി ഞാൻ വെക്ക് പ്രിന്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് എന്ത് വരുന്നുണ്ടായിരിക്കുക, അതിൻ്റെ വെക്റ്റർ ഫോമാറ്റ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇതിന് സിമിലർ ആയിട്ടുള്ള വെക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. WV ഡോട്ട് മോസ്റ്റ് സിമിലർ വെക്. എന്താ കിങ് മൈനസ് മാൻ പ്ലസ് വുമൺ. അപ്പം അത് പ്രിൻസസ് ആണ് അല്ലെങ്കിൽ ക്വീൻ ആണ് വരേണ്ടത് കൂടുതലും. അപ്പം ഇതിലെന്താ വന്ന് നോക്കുന്നത്? കിങ്ഡം വന്നിട്ടുണ്ട്, കിങ് വന്നിട്ടുണ്ട്, വുമൺ, ക്വീൻ, അങ്ങനെയൊക്കെയാണ് വന്ന് നോക്കുന്നത്. നിങ്ങൾ ഇതിൽ ലോഡായോ? ഓക്കെ, ഇത് ലോഡായിട്ടുണ്ട്. ഞാൻ ഇതിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെയ്ത സെയിം കോഡ് തന്നെ ഈ ഒരു API വെച്ചിട്ട് നമുക്ക് ലോഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കാണിച്ചു നോക്കാം. ഇനി എന്ത് ചെയ്യുന്നു? വെക് ഈക്വൽ ടു WV ഓഫ് കിങ് മൈനസ് WV ഓഫ് മാൻ പ്ലസ് WV ഓഫ് വുമൺ. ഓക്കെ, ഇതാണ്. ഇനി എന്ത് ചെയ്യുന്നു? WV ഡോട്ട് മോസ്റ്റ് സിമിലർ ഓഫ് എന്ത് വെച്ചിട്ട് വെക്കിന് സിമിലർ ആയിട്ടുള്ളത് ഞാൻ റൺ ചെയ്യുന്നു. ഇതിന് നമുക്ക് സൈസ് ഒക്കെ കൊടുക്കാം കേട്ടോ, എത്ര വേണമെന്നുള്ളത്. ഇത് കണ്ടോ, കുറച്ച് ടൈം എടുക്കുന്നുണ്ടോ? എന്തൊക്കെയാ വന്ന് നോക്കുന്നത് ഇതിന് സിമിലർ ആയിട്ട്? കിങ്, ക്വീൻ, വുമൺ, കിങ്സ്, ക്വീൻസ്, കുമാരീസ്, പ്രിൻസസ്. കൂടുതലും ആ ഒരു പ്രിൻസസ്, ക്വീൻ അത് വെച്ചിട്ടാണ് വന്ന് നോക്കുന്നത് അല്ലേ? ഇതിൽ കണ്ടോ, ഓരോ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇതിൽ നമുക്ക് വന്നത് കിങ്, കിങ്ഡം, വുമൺ, ക്വീൻ ഒക്കെ വന്ന് നോക്കുന്നത്. ഇതിൽ കിങ്, ക്വീൻ, വുമൺ, കിങ്സ്, ക്വീൻസ്, കുമാരീസ്, പ്രിൻസസ് അങ്ങനെ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പം എന്ത് ചെയ്യുന്നു? WV ഡോട്ട് മോസ്റ്റ് സിമിലർ, ഇപ്പം എന്തിന് സിമിലർ ആയിട്ട് എടുക്കാം? ഫുട്ബോൾ. ഫുട്ബോളിന് സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാ? സോക്കർ, ഫുട്ബോൾ, ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, ബേസ്ബോള്, സ്പോർട്സ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ WV ഡോട്ട് സിമിലാരിറ്റി നോക്കണം. സിമിലാരിറ്റി ഓഫ് എന്തിൻ്റെ? ഞാനിപ്പോൾ സോക്കർ അതേപോലെ ഫുട്ബോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സിമിലാരിറ്റി നോക്കാം നമുക്ക്. 73% ആണ് സിമിലാരിറ്റി വന്ന് നോക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന APIക്ക് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൂഗിളുടെ നിങ്ങളുടെ ലോഡ് ആയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ കൊളാബിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാനതെല്ലാം ഒറ്റ വീഡിയോയിൽ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ നമ്മുടെ സിസ്റ്റം ചതിച്ചു പോകും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞു? ആർക്കെയോ കോള് വരുന്നുണ്ട്. ഫൈൻ, പോട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? ജെൻസിം വേർഡ് ടു വെക്ക് ആണ് പറഞ്ഞത് അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ആവറേജ് വേർഡ് ടു വെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് നോക്കാനുണ്ട് ഇല്ലേ? നമുക്ക് ഇതിലോട്ട് വേണ്ട, ഇതിൽ തന്നെ ചെയ്യാം, സ്പെക്ക് കളയണ്ട. ഓക്കെ, ആവറേജ് വേർഡ് ടു വെക്ക്. ഇതിലെന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മളതിൻ്റെ ആവറേജ് എടുക്കും. ഓരോ വെക്ടേഴ്സിൻ്റെ സെൻറ്റൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ആവറേജ് എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു നംപൈ അറേ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് നംപൈ ആസ് NP. ഇനി ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ആവറേജ് വേർഡ് ടു വെക്കിന് ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഡെഫ് ആവറേജ് വേർഡ് ടു വെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു?
രണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. സെൻഡ് കോമ മോഡൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് ആർഗ്യുമെന്റ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ഇനി വെക് ഈക്വൽ ടു ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ ഡോട്ട് WV ഓഫ് വേർഡ് ഫോർ word in sent if word in model dot wv. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ np ഡോട്ട് മീൻ വെക്. അതേപോലെ തന്നെ ഞാൻ വേണമെങ്കിൽ ആക്സസും സെറ്റ് ചെയ്യാം. ആക്സസ് ഈക്വൽ ടു 0 അതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യുന്നു, ഞാൻ പ്രിന്റ്, ഇതിൽ സച്ച് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ വേൾഡ് മോഡൽ ഞാൻ പാസ് ചെയ്തു. ഓക്കെ, എവിടെയാ എന്താ എൻ്റെ ഹലോ വേൾഡ് മോഡൽ ഒരു ബ്രാക്കറ്റ് പോയി. ഓക്കെ, അടുത്തത് മോഡൽ എന്താ, മോഡൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, മോഡല് ഇതിലല്ല ഞാൻ മോഡൽ കൊടുത്തേ അല്ലേ, പോട്ടെ, ഞാനിത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. നമ്മൾ ഇവിടെയാണ് മോഡൽ കൊടുത്തു നോക്കുന്നത്. ഓക്കെ, അതാണ് അതിൽ വരാത്തത്. ഇതിൽ തന്നെ കൊണ്ടുവരാം കേട്ടോ. ഇനി എന്താ ഇൻവാലിഡ് വാല്യൂ കൗണ്ടഡ്. ഓക്കെ, ഇത് ഞാനൊന്ന് മാറ്റിയിട്ട് വേറെ കുറച്ച് വാല്യൂ കൊടുക്കാം. ഐ ലവ് NLP. ഓക്കെ, വേറെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ലേ, വന്നു. ഇപ്പൊ ഇതിലെന്താ വന്ന് നോക്കുന്നേ, ഇതിൽ ആവറേജ് വേർഡ് ടു വെക്ക് ഒരൊറ്റ ഇതായിട്ടാണ് വന്ന് നോക്കുന്നത്. കണ്ടോ, ഞാൻ 3 ഇത് കൊടുത്തിട്ടുണ്ട്. 3 വേർഡിന്റെ സെപ്പറേറ്റ് ഒരു വെക്ടർ ആയിട്ടല്ല വന്ന് നോക്കുന്നത്, ഒറ്റ വെക്ടർ ആയിട്ടാണ് ഇതിൽ വന്ന് നോക്കുന്നത്. കണ്ടോ, ഓക്കെ. അപ്പോൾ ആവറേജ് വേർഡ് ടു വെക്കിൽ എന്താണ്, എൻ്റയർ സെന്റൻസിന്റെ ആയിട്ടായിരിക്കും വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. വേർഡ് ടു വെക്കിൽ ഓരോ വേർഡ് ബൈ വേർഡ് ആണെങ്കിൽ ഇതിൽ എന്താണ്, എൻ്റയർ സെന്റൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്, എൻഗ്രാം. ഓക്കെ, എൻഗ്രാമിൽ വരുന്നുണ്ട്, എങ്ങനെയാ വരുന്നുണ്ടാവുക, അതിൽ യൂണിഗ്രാം, ബൈഗ്രാം, ട്രൈഗ്രാം വരുന്നുണ്ടാവും അല്ലേ. എങ്ങനെയാണ്, കോൺസിക്യൂട്ടീവ് വേർഡ്സിനെ ഒരു ഫീച്ചറായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം ഐ ലവ് നിമിഷ എന്ന് പറയുകയാണെങ്കിൽ ഐ ലവ് നിമിഷ അങ്ങനെയാണ് എടുക്കുന്നുണ്ടായിരിക്കുക. അടുത്തടുത്തുള്ള വേർഡിനെ നമ്മൾ ഒരു ഒറ്റ വേർഡായിട്ട് എടുക്കും. ഓക്കെ, 2 എണ്ണം എടുക്കുമ്പോൾ ബൈഗ്രാമോ, 3 എണ്ണം എടുക്കുമ്പോൾ ട്രൈഗ്രാമോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ വെക് ഈക്വൽ ടു കൗണ്ട് വെക്ടറൈസർ, ഇതിനുള്ളിൽ എൻഗ്രാം എന്ന് പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ റേഞ്ച് ഈക്വൽസ് 2,2 എന്ന് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ് വരുന്നത്, ബൈഗ്രാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈക്വൽ ടു വെക് ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കോർപ്പസ് പാസ് ചെയ്യും. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ വേണമെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. വെക്ടർ ഡോട്ട് ഗെറ്റ് ഫീച്ചർ നെയിം, ഫീച്ചറിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയി, ഫീച്ചർ നെയിംസ് ഔട്ട്. വെയിറ്റ് ചെയ്യാട്ടോ. എന്താ എറർ? ഓക്കെ, എൻഗ്രാം ഈസ് നോട്ട് ഡിഫൈൻഡ്, നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് എൻഗ്രാമിന് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവാ. 1 സെക്കൻഡ്. ഹാങ്ങായോ? ഓക്കെ, പ്ലസ്
ഇതിൽ എൻഗ്രാമിൽ നമുക്ക് സെപ്പറേറ്റ് ഇമ്പോർട്ട് ചെയ്യണ്ട. ഒരു മിനിറ്റ് നോക്കട്ടെ. നെയിം എൻഗ്രാം ഈസ് നോട്ട് ഡിഫൈൻഡ്. ഒന്നെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻഗ്രാം ഈക്വൽ ടു 2, എത്രയായിരുന്നു നമ്മുടെ വെക്ടർ സൈസ്? അതെ, 2,2 എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻഗ്രാം റേഞ്ച് ഞാൻ അങ്ങനെയല്ലേ കൊടുത്തത്? നോക്കട്ടെ. വെറുതെ ഇല്ല, എൻഗ്രാം കോമ റേഞ്ച് അല്ല, എൻഗ്രാം റേഞ്ച് ആണ് കൊടുക്കണ്ടേ. ഇപ്പൊ എന്താ വന്നേ, നമ്മളുടെ വേർഡിനെ ഏതൊക്കെയാണ് എടുത്തു നോക്കുന്നത്? ലവ് ML, ലവ് യു മൈ അങ്ങനെ വന്നു. ഓക്കെ, 2,2 എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ബൈഗ്രാം മാത്രമാണ് ഉണ്ടാവുക. 1,2 എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിഗ്രാമും ബൈഗ്രാമും അതിലുണ്ടായിരിക്കും. കണ്ടോ, ഇതിൽ യൂണിഗ്രാം ഉണ്ട്, ബൈഗ്രാം ഉണ്ട്. ബൈഗ്രാം മാത്രം മതിയെങ്കിൽ 2,2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൽ യൂണിഗ്രാമും ബൈഗ്രാമും കൂടി വരുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ പ്രിന്റിന്റെ ഉള്ളിൽ കൊടുക്കട്ടെ. പ്രിന്റ്. ഇനി എന്ത് ചെയ്യുന്നു, പ്രിന്റ് x.to array. ഇതിപ്പോ വരുന്നത് യൂണിഗ്രാമും ബൈഗ്രാമും കൂടിയിട്ടുള്ളതാണ്. കണ്ടോ, 2 സെന്റൻസ് ആണ്, 2 എണ്ണത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്കിപ്പോ ബൈഗ്രാം മാത്രം മതി, എന്ത് ചെയ്യാ, ഇവിടെ 2,3 എന്ന് കൊടുക്കാം. ഓക്കെ, എനിക്കിപ്പോ ട്രൈഗ്രാം ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാ, 3,3 എന്ന് കൊടുക്കാം. ഫൈൻ. ഇനി ബൈഗ്രാമും ട്രൈഗ്രാമും വേണമെങ്കിൽ എന്ത് ചെയ്യാ, 2,3 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതിപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോയി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ ആപ്ലിക്കേഷനിൽ ഈ ഒരു കോഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യും. അവിടെയാണ് കാര്യം. ഓക്കെ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണതൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇപ്പം അല്ല, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് NLP ഡീപ് ലേണിംഗ് കഴിഞ്ഞിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒരു സൂപ്പർ പ്രോജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ ഞാനൊരു നല്ലൊരു ടോപ്പിക്ക് നോക്കിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഫൈൻ. സോ നമ്മുടെ NLPയുടെ പ്ലേലിസ്റ്റ് ഇതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോന് താഴെ കമന്റിൽ ചോദിക്കാം. അപ്പം ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോൾ വേറെ എക്സ്ട്രാ കുറച്ച് ടോപ്പിക്കുകളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ, RNN, ANN, പിന്നെന്താ LSTM RNN, GRURNN, BERT. ഓക്കെ, BERT, ട്രാൻസ്ഫോമേഴ്സ്, ഇങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഡീപ്പ് ലേണിംഗിൽ ആഡ് ചെയ്യും. ഫൈൻ. ഡീപ്പ് ലേണിംഗിൻ്റെ ഈ കൺസെപ്റ്റ് അറിയാതെ നമ്മൾ ഇതിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഡീപ്പ് ലേണിംഗ് ബേസിക് തൊട്ട് തുടങ്ങിയിട്ട് അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ NLP നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞാൻ കമ്പ്യൂട്ടർ വിഷൻ തുടങ്ങും, അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ്. ഞാൻ ആലോചിക്കട്ടെ ഏതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നണത്, ഞാൻ അത് ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പിക്കുകൾ ഏതൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഏതൊക്കെ ടോപ്പിക്കുകൾ വേണം എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് ഏതാ പെട്ടെന്ന് തീരാൻ പറ്റാന്ന് വെച്ചിട്ട് ഞാൻ അത് ചെയ്യാം കേട്ടോ. സോ യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലേലിസ്റ്റ് ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. ഒരു ഹായ് കമൻറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ബൈ കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ കോളേജിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരോ ആരെങ്കിലുമൊക്കെ ജോബ്സ് വെച്ച് നോക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബൈ.